In a balance sheet, liabilities are arranged in dash order of liquidity. Dash order of liquidity. Option A descending, option B ascending, option C chronological, option D none of the above. ഇതിൽ ഏത് ഓർഡറിലാണ് ലയബിലിറ്റീസ് വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ എന്നുള്ളത്. അപ്പം ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, അസെൻഡിങ് ഓർഡറിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളതിനെ, അല്ലെങ്കിൽ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്ത് പോകുന്ന ഐറ്റം താഴെ വരും, ലെസ് ലിക്വിഡായിട്ടുള്ളത് മുകളിൽ വരും. ഇപ്പോൾ ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത്, ദേ ആർ ലിക്വിഡിറ്റി കുറവാണ്. അതേസമയം കറണ്ട് ലയബിലിറ്റീസിന് ലിക്വിഡിറ്റി കൂടും. അതുകൊണ്ട് തന്നെ അസെൻഡിങ് ഓർഡർ എന്നുള്ളതാണ് അതിൻ്റെ ശരി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോൺ ഏർണിംഗ് അസറ്റ്? എ ലോൺസ്, ബി ഇൻവെസ്റ്റ്മെൻറ്റ്, സി ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ്, ഡി ഫിക്സ്ഡ് അസറ്റ്സ്. നോൺ ഏർണിംഗ് അസറ്റ്, അതായത് ഒരു ഏർണിങ്സ് നൽകാത്ത അല്ലെങ്കിൽ ഇൻകം നൽകാത്ത അസറ്റ് ഏതാണെന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, ഫിക്സ്ഡ് അസറ്റ്സ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫാക്ടറിയിൽ ഒരു മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നേരിട്ട് ഒരു പ്രോഫിറ്റ് ലഭിക്കുന്നില്ല. സോ ഫിക്സ്ഡ് അസറ്റ്സ് ആർ ദോസ് അസറ്റ് വിച്ച് വിൽ എയ്ഡ് പ്രൊഡക്ഷൻ and which will also help in generating profit, but directly it will not generate any profit. അതുകൊണ്ട് തന്നെയാണ് ഫിക്സഡ് അസറ്റിനെ ഒരു നോൺ ഏർണിംഗ് അസറ്റായിട്ട് കൂട്ടിയിരിക്കുന്നത്. അതേസമയം ഒരു ബാങ്കിനെ സംബന്ധിച്ചോളം ഒരു ലോൺ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇൻട്രസ്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ അതൊരു ഏർണിംഗ് അസറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടും, അതും ഒരു ഏർണിംഗ് അസറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതും ഏർണിംഗ് ആണ്. പക്ഷേ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഏതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ബാങ്കോ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയോ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേക റിട്ടേൺ ഒന്നും തന്നെ ഉണ്ടാവില്ല. അടുത്ത ചോദ്യം, ദ റിസ്ക് ഫ്രം ഏർണിങ്സ് പെർസ്പെക്റ്റീവ്സ് can be measured as changes in dash. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. The risk from earnings perspective can be measured as changes in dash. Option A, net interest margin, B, net worth, C, average yield, D, average cost. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, നെറ്റ് വർത്ത്, ആവറേജ് ഈൽഡ്, ആവറേജ് കോസ്റ്റ്. ഇതിൻ്റെ ഏറ്റവും ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ. ഒരു ബാങ്കിനെ സംബന്ധിച്ചോളം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആണ് ഒരു ഏർണിംഗ് പെർസ്പെക്റ്റീവിലേക്ക് നമുക്ക് റിസ്ക് കാണാവുന്നത്. റിസ്ക് ഉണ്ടെങ്കിൽ ഈ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറയും. റിസ്ക് കുറവാണെങ്കിൽ കൂടുതൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്താണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻട്രസ്റ്റ് ഏർണിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്. അതിനെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് ഫ്രം ഏർണിങ്സ് പെർസ്പെക്റ്റീവ് ക്യാൻ ബി മെഷേർഡ് ആസ് എ ചേഞ്ച് ഇൻ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എങ്ങനെയാണത് മൂവ് ചെയ്യുന്നത് നോക്കണം, മുകളിലോട്ടോ താഴോട്ടോ. കൂടുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കൂടുകയാണെങ്കിൽ റിസ്ക് കുറയും, അല്ലെങ്കിൽ നേരെ തിരിച്ചും. അപ്പോൾ ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ചോദ്യം, ദ ഡാഷ് മെഷേഴ്സ് ദ മിസ്മാച്ചസ് ബിറ്റ്വീൻ rate sensitive liabilities and rate sensitive assets. Option A, gap analysis, B, duration gap analysis, option C, simulation, option D, value at risk. അപ്പോൾ ഇതിൽ
ശരിയായ ആൻസർ പറയുന്നത് ഗ്യാപ്പ് അനാലിസിസ് ആണ്. അതായത് ഒരു ലയബിലിറ്റിയും ഒരു അസറ്റും ഇവ തമ്മിൽ മാച്ച് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും മിസ്മാച്ച് കാണുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് ഇവ തമ്മിലുള്ള ഗ്യാപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എത്ര ലോണുകളുണ്ട്, എത്ര ഡെപ്പോസിറ്റുകളുണ്ട്. ഇപ്പോൾ ലയബിലിറ്റിയാണ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്, അതേസമയം ലോൺ എന്ന് പറയുന്നത് ഒരു അസറ്റുമാണ്. അപ്പോൾ ഇവ തമ്മിൽ പരസ്പരം മാച്ച് ചെയ്ത് പോയാൽ മാത്രമേ ഒരു ബാങ്കിന് പ്രോഫിറ്റബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ മിസ്മാച്ച് വരികയാണെങ്കിൽ ആ മിസ്മാച്ച് കണ്ടുപിടിക്കാനുള്ള അനാലിസിസിനാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് മെച്യൂരിറ്റി പാറ്റേൺ ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ബാങ്ക് ആർ മാച്ച് ടു ഈച്ച് അതർ ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഗ്യാപ്പ് അനാലിസിസ്. അങ്ങനെ ഗ്യാപ്പ് അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ മിസ്മാച്ച് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ചോദിക്കുക, എന്താണ് റേറ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ റേറ്റ് സെൻസിറ്റീവ് അസറ്റ് എന്ന് പറയുന്നത്? ലോൺ ആണെങ്കിലും ഡെപ്പോസിറ്റ് ആണെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ദി മാർക്കറ്റ് ഈസ് ചേഞ്ചിങ്. അതുകൊണ്ട് തന്നെ അത് റേറ്റ് സെൻസിറ്റീവാണ്. അപ്പോൾ ഒരു ഡെപ്പോസിറ്റിൻ്റെയോ ഒരു ലോണിൻ്റെയോ റേറ്റ് തീരുമാനിക്കേണ്ടത് മാർക്കറ്റിൽ നിലവിലുള്ള റേറ്റ് എന്താണോ അത് വെച്ചിട്ട് വേണം തീരുമാനിക്കാനാണ്. അതുകൊണ്ടാണ് റേറ്റ് സെൻസിറ്റീവ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ഐറ്റം? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ഐറ്റം? ഓപ്ഷൻ എ ലോൺസ്, ഓപ്ഷൻ ബി ഡെപ്പോസിറ്റ്സ്, ഓപ്ഷൻ സി ഷെയർ ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ്മെൻറ്റ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റ് റേറ്റിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് മാറ്റം വരുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ഐറ്റം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ലോൺസോ ഡെപ്പോസിറ്റോ ഇൻവെസ്റ്റ്മെൻറ്റോ എല്ലാം തന്നെ മാർക്കറ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റേറ്റ് സെൻസിറ്റീവ് ആണ് താനും. അതുകൊണ്ട് തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ വൺസ് റിസീവ്ഡ് ഈസ് നോട്ട് ചേഞ്ചിങ് അക്കോർഡിംഗ് ടു ദ റേറ്റ് പ്രിവെയിലൻ്റ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിലെ റേറ്റ് ഒരു വിധത്തിലും ഷെയർ ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഉത്തരം ഷെയർ ക്യാപിറ്റലാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ഐറ്റം എന്നുള്ള ചോദ്യത്തിന് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്. ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എനി ഇക്കണോമിക് യൂണിറ്റ് ഡിസ്ക്ലോസിങ് അറ്റ് എ ഗിവൺ മോമെൻറ്റ് ഓഫ് ടൈം. ഇതിൻ്റെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ആർ ആൻഡ് ഡി സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി ട്രേഡിംഗ് അക്കൗണ്ട്. ഇതിലെ ഏറ്റവും ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് നോക്കിയാൽ ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെയോ ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ എ ബാലൻസ് ഷീറ്റ്. അതുകൊണ്ട് ആൻസർ ബാലൻസ് ഷീറ്റ് ആണ്. അടുത്ത ചോദ്യം. സാലറി ആൻഡ് അതർ പേയ്മെൻറ്റ്സ് ടു സ്റ്റാഫ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഇക്വിറ്റി കോസ്റ്റ്, ഓപ്ഷൻ ബി റിസ്ക് കോസ്റ്റ്, ഓപ്ഷൻ സി ഫിനാൻഷ്യൽ കോസ്റ്റ്, ഓപ്ഷൻ ഡി ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഇതിൻ്റെ ആൻസർ ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നാണ്. ഒരു ബാങ്കിനെ സംബന്ധിച്ചോളം ബാങ്കിലെ എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന സാലറി അലവൻസസ് എല്ലാം ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റായിട്ടാണ് വരുന്നത്. കാരണം പണമിടപാടുകൾ നടത്താൻ വേണ്ടി ഒരു കോസ്റ്റാണ് ഈ സാലറി കോസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ റിട്ടേൺ? ഓപ്ഷൻ എ മിസ്സലേനിയസ് ഇൻകം, ഓപ്ഷൻ ബി ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ അഡ്വാൻസ്, ഓപ്ഷൻ സി ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ഡെപ്പോസിറ്റ്സ്, ഓപ്ഷൻ ഡി ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിലെ അപ്രോപ്രിയേറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മിസ്സലേനിയസ് ഇൻകം.
എന്തുകൊണ്ടാണ് മിസ്സലേനിയസ് ഇൻകത്തിനെ ഒരു ഫിനാൻഷ്യൽ റിട്ടേൺ ആയിട്ട് കണക്ക് കൂട്ടാത്തത്? ഒരു ഫിനാൻഷ്യൽ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന്, അതിൽ നിന്നും കിട്ടുന്ന അതായത് ഒരു ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന റിട്ടേണിനാണ് ഫിനാൻഷ്യൽ റിട്ടേൺ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ചോളം ലോൺ കൊടുത്തിട്ട് അതിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഇതെല്ലാം തന്നെ ബാങ്കിൻ്റെ ഫണ്ട് ഡിപ്ലോയ് ചെയ്ത് കിട്ടുന്ന ഇൻകമാണ്. അപ്പോൾ അവയെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഫിനാൻഷ്യൽ റിട്ടേൺ ആയിട്ടാണ് കണക്കൂട്ടിയിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഏതെങ്കിലും മിസ്സലേനിയസ് ഇൻകമാണ് ബാങ്കിന് കിട്ടുന്നതെങ്കിൽ അത് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ റിട്ടേൺ അല്ല. കാരണം അവിടെ ബാങ്കിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് മിസ്സലേനിയസ് ഇൻകമാണ് ആൻസർ, വിച്ച് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ റിട്ടേൺ. അടുത്ത ചോദ്യം ഇതാണ്: ഇഫ് ദ അസെറ്റ്സ് എക്സീഡ്സ് ലയബിലിറ്റീസ് ദ ബിസിനസ് ഈസ് കൺസിഡേർഡ് ഡാഷ്. അസെറ്റ്സ് എക്സീഡ്സ് ലയബിലിറ്റീസ്, അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ്സിനെ, അങ്ങനെയുള്ള ബിസിനസ്സിനെ എന്ത് വിളിക്കും എന്നുള്ളതാണ്. എ ഇൻസോൾവെൻറ്റ്, ബി സോൾവെൻറ്റ്, സി ലിക്വിഡിറ്റി, ഡി ഓവർ ട്രേഡിംഗ്. ഓപ്ഷൻ ബി സോൾവെൻറ്റ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതിന് കാരണം എപ്പോഴും അസറ്റ് ലയബിലിറ്റിയേക്കാൾ കൂടുതലാണെങ്കിൽ ആ ബിസിനസ് സോൾവെൻ്റാണ് അല്ലെങ്കിൽ സുസ്ഥിരമാണ് എന്ന് നമുക്ക് തീരുമാനിക്കാം. അതായത് സോൾവെൻസി നമ്മൾ നേരത്തെ ഒരു ഡെഫിനിഷൻ പറയുകയുണ്ടായി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കണ്ടിന്യൂ ഫോർ എ ലോങ്കർ പീരീഡ് ഇൻ ദി ഫ്യൂച്ചർ. അപ്പോൾ സോൾവെൻറ്റ് എന്ന് വേണം അതിന് അങ്ങനെയുള്ള ബിസിനസ്സിനെ പറയാനായിട്ട്. എവിടെയൊക്കെ അസറ്റ് ലയബിലിറ്റിക്കാളും കൂടുതലുണ്ടെങ്കിൽ ഉണ്ടോ അവിടെയെല്ലാം അതിനെ സോൾവെൻറ്റ് എന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം ഇഫ് ദ ലയബിലിറ്റി ഈസ് മോർ ഇറ്റ് വിൽ ബിക്കം ഇൻസോൾവെൻറ്റ്. അവിടെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഓവർ ട്രേഡിംഗ് എന്നുള്ള ആ ഉത്തരങ്ങളൊന്നും ശരിയല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി സോൾവെൻറ്റ് എന്നുള്ളതാണ് ശരി. അടുത്ത ചോദ്യം: ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ് etc. are option A long term liability, option B fixed liability, option C current liability, option D current assets. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ ബിൽസ് പേയബിളോ അല്ലെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സോ ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ളതാണ്. ഇത് ലയബിലിറ്റി തന്നെയാണ്, സംശയമില്ല. ഇതിൽ ലയബിലിറ്റി തന്നെ ഏത് ലയബിലിറ്റിയിൽ വരും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി കറണ്ട് ലയബിലിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ശരി. ഇനി എന്താണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റീസ് വിച്ച് ഷുഡ് ബി റീപെയ്ഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 12 months. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിലും ബിൽസ് പേയബിൾ ആണെങ്കിലും സൺട്രി ക്രെഡിറ്റേഴ്സ് ആണെങ്കിലും ഇതിൽ കുറഞ്ഞ ഒരു സമയം കൊണ്ട് റീപേ ചെയ്യണം എന്നുള്ളത് കൊണ്ട് കറണ്ട് ലയബിലിറ്റി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അവ എല്ലാം നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് കരുതുന്നു. ഇനിയും വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.